ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹലോ ഫാഷൻ ടെക്. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്കൊരു കുട്ടി ഹെയർ ആക്സസറീസ് മേക്കിംഗ് കിറ്റ് നോക്കാം കേട്ടോ. പ്ലാസ്റ്റിക് ബോയും സാറ്റൻ റിബണും വെച്ചിട്ടുള്ള ഒരു കുഞ്ഞൻ കിറ്റ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോ കളറുള്ളതാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കാം കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോയൊക്കെ ആകുമ്പോൾ ഒട്ടിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കാം. അപ്പോൾ ഒരു ബോയും അതുപോലെ തന്നെ സാറ്റൻ്റെ റിബണും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറേ വർക്കുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 185 രൂപയാണ്. ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് കിറ്റിലോട്ട് പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞൻ കിറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 6 പീസ് സാറ്റിൻ്റെ റിബണും 6 പീസ് സാറ്റിൻ്റെ പ്ലാസ്റ്റിക് ബോയും വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 ഇഞ്ചിൻ്റെ റിബണാണ്. സെയിം കളർ തന്നെയാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ. 3/4 ഇഞ്ചിൻ്റെ ബോ എടുത്തേക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഈ കളർ മാച്ച് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ചിൻ്റെ 3 പീസ് റിബൺ എടുത്തിട്ടുണ്ട്. സെയിം തന്നെ ഹെയർ ബോയും എടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കളർ മാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്കിത് കവർ ചെയ്യോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ബോ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഫ്ലവർ അങ്ങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഫ്ലവർ മേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്ലവർ മേക്ക് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം പെട്ടെന്ന് ഇളകി പോകത്തില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ നമുക്കും ഒരു പേടി വരും. കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അയ്യോ അത് പെട്ടെന്ന് ഇളകി പോകുമെന്നുള്ളൊരു പേടി. ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏത് പശയാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാ വീഡിയോസിലും ഒരു കമൻറ്റ് കാണാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് B7000 ഗ്ലൂ ആണ്. സ്റ്റോൺ ഒട്ടിക്കാനാണെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാനാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു പശയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്ലൂ ഗണ്ണും ഉപയോഗിക്കാറുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഉപയോഗിക്കും കേട്ടോ. ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ബോയിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടും അതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴാണത് സ്ട്രോങ് ആയിട്ടിരിക്കുക. ഡയറക്റ്റ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് പ്ലാസ്റ്റിക് ബോയിലോട്ടൊക്കെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളകിപ്പോരും. ഓക്കെ, അപ്പോൾ കിറ്റിൻ്റെ കാര്യം മറക്കണ്ട. ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് 185 രൂപ കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കിറ്റ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഒരു സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബോയും സാറ്റൻ റിബണും ആണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 6 പീസ് ബോ ഉണ്ടാക്കിയതിന് ശേഷം റിബൺ ബാക്കി വരും. അത് യൂസ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഹെയർ ബോ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ബോ നിങ്ങൾക്ക് മോഡൽ അനുസരിച്ചിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. 45 രൂപ തൊട്ടിട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സാറ്റിൻ്റെ ബോയിലോട്ട് ചെയ്ത് കൊടുക്കുന്ന സെയിം വർക്ക് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോയിലോട്ടും ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ്സാണ് കേട്ടോ. നിങ്ങൾ ബിസിനസ്സിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ടൈം പാസ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസിലോ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സല്ല നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് കുറേ ടൈം അതിലിങ്ങനെ പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മളൊരു വർക്ക് ചെയ്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷം ഉണ്ടാവും കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹെയർ ആക്സസറീസ് എന്ന് പറയുന്നത്. അധികം മുതൽ മുടക്കില്ല. അധികം ഇപ്പോൾ മെഷീനൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മെഷീൻ വേണം, അതിടാനുള്ളൊരു സ്ഥലം വേണം, അങ്ങനെയൊക്കെ ഇല്ലേ. ഇതിനിപ്പോൾ അങ്ങനത്തെ യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.